ാണ് ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ പവിത്രമായ മുഹൂർത്തത്തിൽ ധന്യമായ ഒരു മഹാസങ്കല്പത്തിൻ്റെ മഹായജ്ഞത്തിൻ്റെ ശുഭാരംഭത്തിനായി എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഓ നമോ നാരായണപൂർവകമായ നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും മാതാവായ ഭൂമിയുടെ കരുത്തിനെ വീണ്ടെടുത്തുകൊണ്ട് നമ്മളിലെ കരുത്തിനെ വീണ്ടെടുക്കാനുള്ള മഹായജ്ഞമായ ഭൂമി സുതോഷൻ യജ്ഞം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രപഞ്ചവും പ്രകൃതിയും അതിലെ നാമടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടതായിട്ട് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നത്. പൊതുവിൽ നമ്മൾ ആത്മീയമായത് വേറിട്ടൊരു കാര്യം, ഭൗതികമായത് വേറിട്ടൊരു കാര്യം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് എങ്ങനെയൊക്കെയോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ദീർഘകാലമായിട്ട് ഈ ദേശത്തുണ്ടായിരുന്ന അധിനിവേശ ഭരണകർത്താക്കൾ നമുക്ക് തന്നിട്ട് പോയ വിചാരമാണ്. രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുന്ന സെമറ്റിക് ചിന്താധാര അതിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൊരു വേർതിരിവാണ് സത്യത്തിലത്. ഭാരതത്തിൽ ആചാര്യന്മാരായ ആധ്യാത്മിക ആചാര്യന്മാരായ ആ ദർശനത്തെ നമുക്ക് പകർന്നു തന്ന ഋഷീശ്വരന്മാർ അവരെന്താണ് അന്വേഷിച്ചത് എന്ന് ഇന്നൊക്കെ വിപ്ലവകവി എന്നൊക്കെ അറിയപ്പെടുന്ന വയലാർ അദ്ദേഹത്തിൻ്റെ സർഗസംഗീതം എന്ന് പറയുന്ന കവിതയിൽ ഇത് ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ കാട്ടിനകത്തിരുന്ന് ഗുഹകളിൽ ആ തപസ്ഥാനങ്ങളിലിരുന്ന് ഋഷിമാരെന്ത് ചിന്തിച്ചു എന്ന് പറയുന്നത് പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടി എന്നാണ്. ഈ പ്രപഞ്ചം പരിണമിക്കുന്ന സർഗപ്രക്രിയയുടെ സാരം എന്താണ്, അതിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് ആ ഋഷിമാർ അന്വേഷിച്ചത്. അദ്ദേഹം അതിൻ്റെ അടുത്ത വരിയായിട്ട് പറയുന്നുണ്ട്, അവരിലെ ചൈതന്യമാണ് എൻ്റെ ദർശനം. അദ്ദേഹത്തിൻ്റെ ദർശനം ആ ഋഷീശ്വരന്മാരുടെ ചൈതന്യമാണ് എന്നും അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തിൻ്റെ സർഗക്രിയാസാരം തേടിയ ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്നത് പഞ്ചഭൂതങ്ങളാലാണ് ഈ പ്രപഞ്ചവും പ്രകൃതിയും നാം അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിലേറ്റവും ആദ്യത്തേത് ആകാശമാണ്. നമ്മൾ ഇന്നൊക്കെ പെട്ടെന്ന് ലൗകികമായിട്ടുള്ളൊരു വാക്കുകൾ കൊണ്ട് ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ കാണുന്നത് എന്ന്. ശാസ്ത്രഭാഷയിൽ അത് സ്പേസാണ്, ഇടം.
എല്ലാം നിലനിൽക്കുന്നത് ആകാശത്തിലാണ്, ആ സ്പേസിലാണ്. രണ്ടാമതുള്ളത് വായുവാണ്. വായുവില്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല. ആ ചലനമാണ് നമ്മളിപ്പോൾ ശരീരത്തിനകത്താണെങ്കിലും പ്രാണവായുവായിട്ട്, പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും വായുവായിട്ട്, അതാണ് ഈ പ്രകൃതിയെ, ജീവനെ നിലനിർത്തുന്നത്. പിന്നെ പറഞ്ഞ അഗ്നി, പൊതുവിൽ നമ്മളത് ഇന്നൊക്കെ അഗ്നി എന്ന് കേൾക്കുമ്പോൾ പുറത്ത് കാണുന്ന തീയായിട്ടാണ് മനസ്സിലാക്കുക. പക്ഷെ സൂക്ഷ്മരൂപത്തിൽ എല്ലാ പ്രവൃത്തികൾക്കും ആധാരമായിട്ടുള്ള ചൂട് നമ്മുടെ അകത്തും, നമ്മളിപ്പോൾ ശരീരത്തിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ചൂടുണ്ടോ ചൂടില്ലയോ എന്ന് നോക്കിയിട്ടാണ്. ജീവനില്ലെങ്കിൽ ശരീരം തണുത്തു പോകും. ഒരു വിത്ത് മുള പൊട്ടുന്നത്, മണ്ണിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്, ഇതെല്ലാം അതിനുള്ളിലുള്ള ഈ ചൂടിനെ, ഈ അഗ്നിയെ ആധാരമാക്കിയിട്ടാണ്. അഗ്നി ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, ഒരു മാറ്റവും സംഭവിക്കില്ല. ജലം, ജലത്തിലാണ് ജീവന്റെ ഉത്ഭവം എന്ന് ഇന്ന് ആധുനികമായിട്ടുള്ള പഠനങ്ങൾ തന്നെ സമ്മതിക്കുന്നൊരു കാര്യം. പ്രകൃതിയിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ജലമാണ്. ജലമാണ് ജീവന്റെ ആധാരമായിട്ട് പറയുന്നത്. ഭൂമി, ഭൂമിയിലാണ് എല്ലാം നിലനിൽക്കുന്നതും വളരുന്നതുമൊക്കെ. ഈ 5 ഘടകങ്ങളുടെ കൂടിച്ചേരലാണ് ഈ പ്രകൃതിയെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പ്രകൃതിയുടെ തന്നെ ഭാഗമായിട്ടുള്ള നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സമഷ്ടിയും വെഷ്ടിയും ഒന്ന് തന്നെയായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ തന്നെയാണ് പ്രപഞ്ചം എന്ന് പറയാം. പുറത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കകത്ത് കാണാൻ പറ്റും. പുറത്തെ കൈലാസം നമുക്കകത്ത് കാണാം, പുറത്തെ കാശി നമുക്കകത്ത് കാണാം, പുറത്തെ ഗംഗ നമുക്കകത്ത് കാണാം. അങ്ങനെ പുറത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അകത്തുണ്ട്, അകത്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തന്നെയാണ് പുറത്തുള്ളത്. സമഷ്ടി വെഷ്ടി എന്നുള്ള 2 പദം കൊണ്ടാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില ശബ്ദങ്ങളൊക്കെ ഇതിനെല്ലാം ഒരുപോലെയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇപ്പം ക്ഷേത്രം, ക്ഷേത്രം എന്ന് പറയുന്നതിന് ശരീരത്തെ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ അത് ഭഗവാൻ നേരിട്ട് തന്നെ പറയുന്നുണ്ട്, ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് മനസ്സിലാക്കണം. അവിടെ ഭൂമിയെ, പ്രധാനമായിട്ടും കൃഷിസ്ഥലത്തെ വിശാലമായിട്ട് ഭൂമിയെ ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ദേവതാ സങ്കേതങ്ങളെയും ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രാണൻ, ശക്തി നിലനിൽക്കുന്ന സ്ഥലം എന്താണോ അതാണ് നമ്മളെ ക്ഷയത്തിൽ നിന്ന് നശിക്കാതെ നിലനിർത്തുന്നത്, സംരക്ഷിക്കുന്നത്. അത് ക്ഷേത്രമാണ്. അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട വാക്കുകളും ഇതിനെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ പ്രകൃതിയിലും സംഭവിക്കും. ഇത് പരസ്പരാശ്രിതമായിട്ടുള്ള ഒന്നാണ്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ചൈത്ര നവരാത്രിയുടെ ഒരു സമയമാണ്. രാമനവമിയാണ് ഇതിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒന്ന്. ആ ബോധസ്വരൂപനായിട്ടുള്ള രാമന്, ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ടുള്ള രാമന് ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള മനസ്സ് സീത ഭൂമിയിൽ നിന്ന് ജനിച്ചതാണ്. ഇപ്പം നമ്മുടെ പൗരാണികമായിട്ടുള്ള വാങ്മയങ്ങളൊക്കെ മഹാപുരുഷന്മാരുടെ ഇതിഹാസങ്ങൾ നമുക്ക് മാതൃകയാകുന്നതിന് വേണ്ടി പറഞ്ഞു തരുമ്പോൾ പോലും അതിലോരോ പേരുകളിൽ പോലും വലിയ തത്വം അവർ ഉൾച്ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രകൃതി നമ്മളിലും നമ്മൾ പ്രകൃതിയിലും പ്രവർത്തിക്കുന്നത്? ആ പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങളും നമ്മളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് അനുഗുണമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്? ഇതെല്ലാം ആ പൗരാണികമായിട്ടുള്ള വാഗ്മയങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഇപ്പം ദേവതകളെ നമ്മൾ ക്ഷേത്രങ്ങളിൽ വിഗ്രഹമായിട്ട് വിശേഷേണ നമുക്ക് മനസ്സിലാക്കാനുള്ള ഉപാധികളായിട്ട് അർച്ചിക്കുന്നു. ഒരു ശിലയിൽ നിന്നുണ്ടാക്കിയ വിഗ്രഹം ദേവതയാകുന്നത് ഈ പ്രകൃതിയിലെ ശക്തിയെ സാക്ഷാത്കരിച്ചൊരു മഹാത്മാവ് അതിലേക്ക് തൻ്റെ പ്രാണനിൽ സാക്ഷാത്കരിച്ച ശക്തിയെ
നൽകുമ്പോഴാണ്, ആ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോഴാണ് ആ ശില വിഗ്രഹമായിട്ട് മാറുന്നത്. ഇപ്പം ശക്തി നിലനിൽക്കുന്നത് പ്രകൃതിയിലാണ്. ആകാശത്തിൽ, വായുവിൽ, ജലത്തിൽ, ഭൂമിയിൽ, അഗ്നിയിൽ എല്ലാമാണ് ഈ ശക്തി നിലനിൽക്കുന്നത്. ആ ശക്തിയെ ഈ പ്രപഞ്ചത്തിലും ശരീരത്തിലും എന്തെല്ലാം പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ ആ പ്രവൃത്തികൾക്കൊക്കെ ആധാരമായിട്ടുള്ള ശക്തികളെ ഋഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ടവണ്ണം കൊണ്ട് നടക്കേണ്ട മാർഗങ്ങളെ, അത് നമുക്ക് അനുഗ്രഹമായി തീരേണ്ട മാർഗങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ദേവതാരൂപത്തിൽ നമുക്ക് നൽകി ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത്. അപ്പം അത് ആ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുമ്പോൾ പ്രകൃതിയിലെ ആ ശക്തിയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഭാവം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ജപവും അതിനു വേണ്ടിയിട്ടുള്ള ക്രിയകളും ദ്രവ്യങ്ങളും ഒക്കെയാണ് ഓരോ ദേവതാ സങ്കേതങ്ങളിലും പ്രയോഗിക്കുന്നത്. അത് പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ്. അത് അകത്ത പ്രകൃതിക്കും പുറത്തെ പ്രകൃതിക്കും, നമ്മുടെ ഉള്ളിലെ പ്രകൃതിക്കും നമ്മുടെ പുറത്തുള്ള പ്രകൃതിക്കും വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭൂതങ്ങളെ നമ്മളിന്ന് അർച്ചന അതിൽ ഉണ്ടായി. ജലവും തീർത്ഥവും ഭൂമിയും. ഈ തീർത്ഥത്തിലെ ഏറ്റവും നമ്മുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ട് തീർത്ഥം, ഒരു പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥമാണ് തളിക്കുക. നമ്മുടെ മരണാനന്തര ചടങ്ങുകളിലാണെങ്കിൽ ഉദകമാണ് സമർപ്പിക്കുക. അങ്ങനെ ജലത്തെ നമ്മൾ അത്രമാത്രം നമ്മുടെ അനുഷ്ഠാനങ്ങളോട് ബന്ധപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രധാനമാണ് തീർത്ഥം എന്നുള്ളത് കൊണ്ട്. ആ തീർത്ഥത്തെ ഗംഗ തന്നെയായിട്ടാണ്, ഗംഗ ഗമിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഗംഗ എന്നാണ്, നമ്മുടെ ഉള്ളിലൂടെ ഗമിക്കുന്നത്. ഗംഗ തന്നെയായിട്ടാണ് എല്ലാ സ്ഥലത്തെയും തീർത്ഥത്തെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. രണ്ടാമത് നമ്മളുണ്ടായ, നമ്മുടെ ശരീരമൊക്കെ ഉണ്ടായ ഭൂമിയാണ്. നമ്മളെല്ലാം ഇതിനെല്ലാം മാതൃസങ്കല്പത്തിലാണ് ആചാര്യന്മാർ കാണുന്നത്. കാരണം നമ്മൾ അമ്മയിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത്. അമ്മയുടെ പോഷണങ്ങൾ നമ്മുടെ അന്നമായി മാറി ആ അന്നം തന്നെയാണ് പ്രാണൻ എന്നുള്ള സങ്കല്പത്തിൽ പ്രാണനും കൂടിയായി ആ മാതൃശരീരത്തിൽ നിന്നാണ് നമ്മൾ നയിക്കുന്നത്. നമ്മൾ ഭൂമിയെ, തീർത്ഥങ്ങളെ, പ്രകൃതിയെ, ദേശത്തെ എല്ലാം അമ്മയായി കാണും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ പൂർവികർ ഉണരുമ്പോൾ ചൊല്ലിയിരുന്ന പ്രാർത്ഥന, ഞാൻ ഈ ഭൂമാതാവിൻ്റെ മടിത്തട്ടിലേക്ക് കാല് വയ്ക്കാൻ പോവുകയാണ്, അതുകൊണ്ട് പാദസ്പർശം ക്ഷമിക്കണേ എന്നാണ്. ആ ഒരു ഭാവത്തോടു കൂടിയാണ് നമ്മുടെ ദിവസം ആരംഭിച്ചത് തന്നെ, ഒരു സമർപ്പണമായിട്ടുള്ള ഭാവത്തോടു കൂടി. ഏത് കാര്യങ്ങൾ നമ്മുടെ പൂർവാചാര്യന്മാർ ചെയ്തിരുന്നതും ഈ ഒരു നമസ്കാര ഭാവത്തോടു കൂടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വൃക്ഷത്തെ വെട്ടുമ്പോൾ, ഒരു വൃക്ഷം വെട്ടുന്നതിന് മുമ്പ് പഴയ കാലത്ത് ആളുകൾ ചെയ്തിരുന്നത് അതിന് തുല്യമായിട്ട് 10 വൃക്ഷങ്ങൾ നട്ട് വൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്ന് ഇന്നൊരാവശ്യത്തിന് വേണ്ടി വൃക്ഷത്തെ മുറിക്കുകയാണ് എന്ന് അപേക്ഷിച്ച് ആദ്യം അതിൽ 2-3 കൊത്തി അതിലുള്ള ജീവജാലങ്ങളെ മുഴുവൻ ഈ വൃക്ഷത്തെ മുറിക്കുന്നതിനെക്കുറിച്ച് അറിയിച്ച് അവർക്ക് മാറിപ്പോകാനുള്ള സമയം നൽകിയിട്ടാണ് വൃക്ഷത്തെ മുറിക്കുക. ആ ഭാവം, ആ സങ്കല്പം, ഇതിലുണ്ടാക്കുന്ന, പ്രകൃതിയിലുണ്ടാക്കുന്ന ഈ ഒരു ചെറിയ മാറ്റം പോലും ആ പ്രകൃതിയെ, ആന്തരികമായിട്ടോ പുറത്തോ അകത്തോ ഉള്ള പ്രകൃതിയെ ബാധിക്കരുത്, ആ പ്രകൃതിയിൽ സ്വസ്തി ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ടാണ് പൂർവാചാര്യന്മാർ ഓരോ കാര്യവും ചെയ്തിരുന്നത്. വൃക്ഷത്തിൻ്റെ പ്രാധാന്യം, തീർത്ഥത്തിൻ്റെ പ്രാധാന്യവും മണ്ണിൻ്റെ പ്രാധാന്യവും പഞ്ചഭൂതങ്ങളുടെ പ്രാധാന്യമൊക്കെ പോലെ വൃക്ഷത്തിൻ്റെ പ്രാധാന്യവും, വൃക്ഷത്തെ മക്കൾക്ക് തുല്യമായിട്ട്, ഇപ്പം ഭൂമിയും ജലവും എല്ലാം അമ്മ മാതൃഭാവത്തിലാണെങ്കിൽ വൃക്ഷത്തെ മക്കൾക്ക് തുല്യമായിട്ടാണ് കണ്ടിരുന്നത്. നിരവധി മക്കൾ, അപ്പോൾ പുന്നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവരാണ് പുത്രിയൊക്കെ എന്ന് പറയും. അതവർ ജനിച്ചത് കൊണ്ട് രക്ഷിക്കുന്നു എന്നുള്ളതല്ല, അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, അവർ ലോകത്തിന് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടാണ്, ആ യശസ് കൊണ്ടാണ് അച്ഛനും അമ്മയും രക്ഷിക്കപ്പെടുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും ഉത്തരവാദിത്വം കൂടിയാണ് മക്കളെ ലോകത്തിന് അനുഗ്രഹമാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ലോകാനുഗ്രഹമാർത്ഥമുള്ള മക്കളുടെ പ്രവൃത്തി കൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും പുണ്യം കിട്ടുന്നത്.
അപ്പം അതൊക്കെ മക്കൾ പ്രവൃത്തി ചെയ്യണം. പക്ഷെ വൃക്ഷമാണെങ്കിലോ, വൃക്ഷം നടുന്നത് കൊണ്ട് തന്നെ നിരവധി മക്കളുടെ പുണ്യം ആ നടുന്ന ഒരാൾക്ക് കിട്ടുകയാണ്. ജീവിതത്തിൽ ഒരു വൃക്ഷം നടുക എന്നുള്ളത് തന്നെ മുജ്ജന്മാർജിതമായിട്ടുള്ള പാപങ്ങളെ പോലും പരിഹരിക്കും എന്നുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ആ വൃക്ഷത്തോടൊപ്പം തന്നെ നമ്മൾ പൂജിച്ചതാണ് ഗോമാതാവിനെ. ഗോ ശബ്ദത്തിൻ്റെ അർത്ഥം ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത് ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഇപ്പം ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ശുദ്ധമായി പരിപാലിക്കുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാർ ഓരോ ശബ്ദത്തിനെയും പേരിട്ടത് അതിൻ്റെ ഭാവം എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് തുല്യമായി പ്രകൃതിയിൽ എന്തുണ്ടോ നമുക്കത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പ്രകൃതിയിൽ കാണുന്നതിനെ ആ പേര് തന്നെ വിളിച്ചു. ഇപ്പം മഹ് ശബ്ദത്തിന് ഇച്ഛ എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ ഏതുപോലെയാണ്? പോത്തിനെ പോലെയാണ്. ഏത് ചെളി കണ്ടാലും കയറി നടക്കും. അതിനെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പം പോത്തിനെ മഹിഷം എന്ന് വിളിച്ചു. ആ ഇച്ഛ ആസുരികമാകുമ്പോൾ അത് മഹിഷാസുരനായി. ആ ഇച്ഛ ദേശത്തിന് ശ്രേയസ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാവുമ്പോൾ പട്ടമഹിഷിയായി. അപ്പം ഇങ്ങനെയാണ് ഓരോ പദങ്ങളും ആചാര്യന്മാർ ഉപയോഗിച്ച് പോയിരിക്കുന്നത്. ഇപ്പോൾ ഗോ ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളെ നമ്മൾ എങ്ങനെ ശുദ്ധമായിട്ട് പരിപാലിക്കുന്നു, ആ ഇന്ദ്രിയങ്ങളിലേക്ക് ചെല്ലുന്നതനുസരിച്ചിട്ടാണ് നമ്മളുടെ സ്വഭാവം, നമ്മളുടെ മനസ്സ്, അതിനനുസരിച്ചിട്ട് നമ്മളുടെ ശരീരമൊക്കെ പരിവർത്തനം ചെയ്യുക. അതുപോലെ എങ്ങനെയാണ് ശുദ്ധമായിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ പരിപാലിച്ചാൽ നമുക്ക് ഉത്തമമായിട്ടുള്ള ചിന്തകളും ഉത്തമമായിട്ടുള്ള ശക്തിയും ഒക്കെ ഉള്ളിലുണ്ടാവുക. അതുപോലെ ശുദ്ധമായി നമ്മൾ പശുവിനെ പരിപാലിച്ചാൽ ആ പശുവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം നമുക്ക് അമൃതമായിട്ട് മാറും. ഏതെങ്കിലും ഒരു മൃഗം പ്രകൃതിയിൽ, ജീവജാലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതിൽ നിന്ന് വരുന്ന എല്ലാം ഔഷധങ്ങളായിട്ട് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗോമാതാവ് മാത്രമാണ്. ഗോമൂത്രവും ഗോമയവും പാലും, പാലിൽ നിന്ന് വരുന്ന വെണ്ണയും നെയ്യും മോരും എല്ലാം നമുക്ക് ആരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ള പദാർത്ഥങ്ങളാണ്, മഹാ ഔഷധങ്ങൾ കൂടിയാണ്. ഈ ഭൂമിയെ പരിപോഷിപ്പിക്കാനും, അത് നേരത്തെ പ്രകൃതി അകത്തും പുറത്തുമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പഞ്ചഗവ്യം കൊണ്ട്, അല്ലെങ്കിൽ പാലുകൊണ്ട്, ഗോമയം കൊണ്ട്, ഗോമൂത്രം കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പ്രകൃതിയെയും പരിപോഷിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഗോമാതാവ്. നമ്മുടെ നാടൻ പശു എന്ന് പറയുമ്പോഴും കാലിത്തീറ്റയൊന്നും കൊടുക്കാതെ നല്ല പുല്ല് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തിന്നു വളർന്ന പ്രകൃതിജന്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന നാടൻ പശു, ഒരു നാടൻ പശു മതി ഏക്കർ കണക്കിന് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ, നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ 4 തത്വങ്ങളെ, അതായത് ജലം, ഭൂമി, വൃക്ഷം, ഗോമാതാവ്, ഈ 4 തത്വങ്ങളെ പൂജിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമി സുപോഷണ യജ്ഞം ആരംഭിക്കുന്നത്. ഇപ്പം പൂജിച്ചാൽ ഇതിലൊക്കെ എന്ത് ഫലം ഉണ്ടാവുക? ആ മന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ പുഷ്പം വർച്ചിച്ച് ആ സങ്കല്പത്തിൽ ക്രിയ ചെയ്ത് പൂജിക്കുമ്പോൾ സാമാന്യമായിട്ട് നമ്മൾ ചില മനുഷ്യരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടം തോന്നും, അവരുടെ അടുത്ത് ഇരിക്കാൻ തോന്നും, അവരുമായിട്ട് സംസാരിക്കാൻ തോന്നും. ചില മനുഷ്യരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ അധികം നേരം ഇരിക്കാൻ തോന്നില്ല, ചിലപ്പോൾ കാണാണ്ട് തന്നെ പോകാൻ തോന്നും. അവർ വലിയ മോശക്കാരായിട്ടോ അല്ലെങ്കിൽ മറ്റേ ആൾ നല്ല ആളായിട്ടോ ഒന്നുമല്ല. അവരിൽ നിന്ന് പ്രസരിക്കുന്ന അവരുടെ ചിന്തകൾ കൊണ്ടും സങ്കല്പങ്ങൾ കൊണ്ടുമൊക്കെ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ചെടിയുടെ അടുത്ത് ചെന്ന് എല്ലാ ദിവസവും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ ആ ചെടി വാടിപ്പോവും. ഒരു ചെടിയുടെ അടുത്ത് ചെന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ ആ ചെടി വളരെ ഭംഗിയായിട്ട് വളരും. അപ്പം അങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുക്കുന്ന ഓരോ ശബ്ദങ്ങളും ഓരോ പ്രവൃത്തിയും പ്രകൃതിയിൽ അതിൻ്റെ ഭാവം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ക്രിയാപദ്ധതികളുടെ മന്ത്രശാസ്ത്രത്തിൻ്റെ, തന്ത്രശാസ്ത്രത്തിൻ്റെ ഒക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. നമ്മൾ നമ്മുടെ അകത്തു നിന്ന് പ്രകൃതിയിലേക്ക് പ്രസരിപ്പിക്കുക. നമ്മൾ പുറത്തെ പ്രകൃതി എങ്ങനെയാണോ നമ്മളെ ബാധിക്കുന്നത്, അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ആ കമ്പനങ്ങൾ ഈ പ്രകൃതിയെയും ബാധിക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ ആ ശുദ്ധ സങ്കല്പം ഇതെല്ലാം ഗുണകരമായിട്ട് വരണം, ഭംഗിയായിട്ട് വരണം, സമൃദ്ധിയായിട്ട് വരണം എന്നുള്ള സങ്കല്പം നമ്മൾ ആ പൂജയിലൂടെ, മന്ത്രങ്ങളിലൂടെ, അതിനെ പോഷിപ്പിക്കുന്ന ദ്രവ്യങ്ങളിൽ കൂടെ, ക്രിയകളിലൂടെ ഈ മണ്ണിലേക്കും ഈ ജലത്തിലേക്കും ഈ വൃക്ഷത്തിലേക്കും ഗോമാതാവിലേക്കും പകരുമ്പോൾ അതിൻ്റെ എല്ലാം തേജസ്, അതിൻ്റെ ഫലം 10 മടങ്ങാവുകയാണ്. ഏറ്റവും പ്രധാനം ഭാവമാണ്. നമ്മുടെ ആ സങ്കല്പം ചേരുമ്പോഴേ അവിടെ അത് ദിവ്യമായി മാറുകയാണ്. ആ സങ്കല്പത്തിനൊപ്പം ഈ ക്രിയകൾ കൂടി ചേരുമ്പോൾ അത് കൂടുതൽ ശക്തിമത്താവുകയാണ്. അപ്പം ഇതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ഇതിനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ പ്രായോഗികമാക്കി തീർത്തിട്ടാണ്. പഴയ കാലത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് അറിയണം എന്നുള്ളതൊരു നിഷ്ഠയായിരുന്നു. കൃഷി ചെയ്യുന്നത് ആരാണ്, നമുക്ക് അറിയാത്ത ഒരാൾ കൃഷി ചെയ്ത ഭക്ഷണം പഴയ കാലത്ത് ആളുകൾ കഴിക്കാറില്ല. കാരണം അത് ഉണ്ടാക്കുന്ന ആളുടെ സങ്കല്പം തൊട്ട് ആ അന്നം നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, പ്രാണനെ സ്വാധീനിക്കും. ഈ അന്നവും പ്രാണനും ആണ് ഏറ്റവും ശ്രദ്ധിക്കണം എന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത്. അന്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനം കഴിക്കുന്നത് തന്നെയാണ്. പക്ഷെ കഴിക്കുന്നത് മാത്രമല്ല, നമ്മൾ കേൾക്കുന്നത്, ശ്വസിക്കുന്നത്, കാണുന്നത്, സ്പർശിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ അന്നാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആ അന്നമൊക്കെ ദഹിച്ചിട്ടാണ് നമ്മുടെ മനസ്സും ശരീരവും സ്വഭാവവും പ്രാണനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അതിൽ കഴിക്കുന്ന അന്നം, ആ അന്നം ഉണ്ടാക്കുന്ന ആളുകൾ തൊട്ട് ഏറ്റവും ശുദ്ധമായിട്ട് ഇത് മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ, ഇത് കഴിക്കുന്ന ആളുടെ ശരീരത്തിൽ ആരോഗ്യമായിട്ട് വരണം എന്നുള്ള സങ്കല്പത്തിൽ ഉണ്ടാക്കണം എന്ന് പറയുന്നൊരു നിഷ്ഠ പഴയ കാലത്ത് ആളുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പം ചാക്കരി വാങ്ങിക്കില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ പുറത്ത് വ്യാപാരത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം പഴയ കാലത്ത് ആളുകൾ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കഴിക്കാറില്ല. കഴിയുന്നതും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം അവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് കഴിക്കും. ഇത് ആ ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അമൃതായും വിഷമായും മാറുന്നത് എന്ന് അറിയുന്ന ആളുകളാണ്. അപ്പം നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു യജ്ഞത്തെ നമ്മൾ സാർത്ഥകമാക്കി തീർക്കേണ്ടത്. പ്രകൃതി തന്നെയാണ്, പുറത്തുള്ള പ്രകൃതി തന്നെയാണ് അകത്തുള്ള പ്രകൃതി തന്നെ എന്ന് പറയും. പുറത്തൊഴുകുന്ന തീർത്ഥമാണ് അകത്ത് രക്തമായിട്ട് ഒഴുകുന്നത്. അപ്പം എങ്ങനെയാണോ പുറത്ത് ഒരു ജലസ്രോതസ് നമ്മൾ ശുദ്ധിയായി സൂക്ഷിക്കുന്നത്, അത്രത്തോളം നമ്മുടെ അകത്ത് ശുദ്ധിയായിരിക്കും. ഒരു ദേശത്തു കൂടി ഒരു നദി ഏറ്റവും ശുദ്ധമായിട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ആ നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളുടെയൊക്കെ ശരീരമനോ വ്യാപാരങ്ങളിൽ അതിനനുസരിച്ചിട്ടുള്ള ശുദ്ധി ഉണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും. അത് അശുദ്ധമാകും തോറും നമ്മുടെ അകവും അശുദ്ധമാകും. ഈ മാതൃസങ്കല്പത്തിൽ ഇതിനെയെല്ലാം പരിപാലിക്കണം എന്ന ആചാര്യന്മാർ പറഞ്ഞത്, നമ്മൾ നമ്മളുടെ അമ്മയുടെ മേത്ത് വിസർജ്യങ്ങൾ ഇടാറില്ല. ഏറ്റവും ശുദ്ധമായിട്ടാണ് നമ്മൾ കാണാറ്. ആ ശ്രദ്ധ നമ്മൾ ഈ പ്രകൃതിയിൽ നൽകണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാതൃശബ്ദം കൊണ്ട്, നമ്മൾ ആ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ കാര്യം. അതിനെ നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മാതൃശബ്ദം കൊണ്ട് നമ്മൾ ആ ഭാവം നമ്മളിൽ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഏറ്റവും ഭംഗിയായിട്ട് ഈ പ്രകൃതി നിലനിന്നാലേ നമ്മളും നന്നായിട്ട് നിലനിൽക്കുള്ളൂ എന്നുള്ള സങ്കല്പം, ആ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്ര സത്യം. ഇപ്പം ഭാരതത്തിൽ ഈ സങ്കല്പം എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് പൊതുവിൽ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ അതൊരു ഭാവന എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ഭാരതീയമായിട്ടുള്ളൊരു ശാസ്ത്ര പരമ്പരയിലെ ഏറ്റവും ശക്തിയുള്ള കാര്യം സങ്കല്പമാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന, പ്രകടമായി കാണുന്നതൊക്കെ ആരെങ്കിലും ഒരാൾ, ഓരോ മഹാത്മാക്കൾ, ഓരോരുത്തർ ഓരോ കാലത്ത് സങ്കല്പിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന നന്മകളൊക്കെ. ആ സങ്കല്പമാണ് അപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴോ ബാഹ്യമായിട്ടുള്ള സൃഷ്ടി സങ്കല്പിക്കുമ്പോൾ തന്നെ അകത്ത് ഉണ്ടായിക്കഴിഞ്ഞു.
ഇപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ നേരിട്ടറിയാം നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം തോന്നിയിട്ടാണ് അത് വാക്കായിട്ടോ പ്രവൃത്തിയായിട്ടോ പുറത്തേക്ക് വരുന്നത്. പക്ഷെ വലിയ വലിയ കാര്യങ്ങളാകുമ്പോൾ പല ആളുകളുടെ സങ്കല്പം, പല കാലങ്ങളിലുള്ള ആളുകളുടെ സങ്കല്പം ഒന്നായി ചേർന്നിട്ടാണ് അത് സൃഷ്ടിയായിട്ട് വരുന്നത്. അപ്പം ആ ഒരു സങ്കല്പത്തെ നമ്മളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ആചാര്യന്മാർ ചെയ്തത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ശാസ്ത്ര സത്യം എന്ന് പറയാം. ആ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. ആ പ്രകൃതിയെ നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നുവോ ആ പരിപാലിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. നമ്മൾ ഭംഗിയായി പരിപാലിച്ചാൽ അതെല്ലാം, പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് അമൃതമായി മാറും. നമ്മൾ മോശപ്പെട്ട രീതിയിൽ അതിനെ പരിപാലിച്ചാൽ അതെല്ലാം വിഷമായിട്ട് മാറും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളിലും അല്ലെങ്കിൽ ആചരണങ്ങളിലും അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള വാങ്മയങ്ങളിലും ഒക്കെ അമൃതിൻ്റെ പരാമർശം ആവർത്തിച്ച് വരുന്നത്. നമ്മുടെ ഉള്ളിൽ പലതരത്തിൽ വരുന്ന വിഷത്തെ പുറത്ത് കളയാൻ വരെ ശക്തിയുള്ളത് ഈ അമൃതിനാണ്. അപ്പം പ്രകൃതിയുടെ ശക്തിയെ നമ്മുടെ ഉള്ളിലെ ശക്തിയായിട്ട് നമുക്ക് പരിവർത്തിപ്പിക്കണമെങ്കിൽ ഈ പ്രകൃതിയെ നമ്മൾ ശുദ്ധമായി പരിപാലിക്കേണ്ടതുണ്ട്. അതിനെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയിൽ പരിപാലിക്കേണ്ടതുണ്ട്. ആ അവസ്ഥയിൽ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം അതിനകത്തേക്ക് നമ്മുടെ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനെ നമുക്ക് നമ്മളെ പോഷിപ്പിക്കാനും ആ പ്രകൃതിയെ പോഷിപ്പിക്കാനുമുള്ള തരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് അന്നം തരുന്നത്, നമുക്ക് ഔഷധികളെ മരുന്നിനെ തരുന്നത്, ഇതെല്ലാം ഈ പ്രകൃതിയാണ്. അപ്പം അത് ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ നമുക്ക് നൽകുന്നതിന് വേണ്ടി ഒരു സമർപ്പണ മനസ്സോടുകൂടി അതിനെ ഉപയോഗപ്പെടുത്തുക. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഉപാധിയാണ് ഗോമാതാവ്. ഒരു ഗോമാതാവിനെയെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംരക്ഷിച്ച്, അത് രണ്ട് തരത്തിലാവാം. നമുക്ക് സ്ഥലമുണ്ട്, അതിന് വേണ്ട ചെറിയൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വാങ്ങി വളർത്താൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അതല്ല, എല്ലാവരും ചേർന്ന് നമ്മുടെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രം ധാർമ്മികമായിട്ടുള്ള വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കേരളത്തിൽ പല ക്ഷേത്രങ്ങളും പശുക്കളെ നടക്കിരുത്തുക അങ്ങനെ ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ നിന്ന് അതിൻ്റെ അധികാരികൾ അതിനെ അറക്കാൻ വേണ്ടി ലേലം ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളും കേരളത്തിലുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണവ്യവസ്ഥ അങ്ങനെ ധർമ്മത്തിൽ നിന്ന് വളരെയേറെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെയല്ലാത്ത നല്ല ധാർമ്മികമായ വ്യവസ്ഥയിൽ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും ചേർന്നിട്ടൊരു ഗോശാല പരിപാലിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പരിപാലിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സജ്ജനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗോശാലകളുണ്ട്. ആ ഗോശാലകളിലെ ഓരോ പശുവിൻ്റെയെങ്കിലും സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഭാഗമാവുക. എൻ്റെ ജീവിതത്തിൽ ഒരു വൃക്ഷമെങ്കിലും നമ്മൾ നട്ട് വളർത്തി പരിപാലിക്കുക, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്. ഒരുപാട് മക്കളുടെ പുണ്യം നമുക്ക് നേടിത്തരുന്ന, നമ്മുടെ ഒരുപാട് മുജ്ജന്മകൃതമായിട്ടുള്ള പാപങ്ങളെ പോലും പരിഹരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. മൂന്നാമത്തെ കാര്യം, വൃക്ഷം നടുന്നതിനേക്കാൾ മഹത്തരമാണ് ഒരു ജലാശയം, ശുദ്ധമായിട്ടുള്ള ജലാശയം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. ഒരു പഴയ കാലത്ത് കുളം കുഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് പല അസൗകര്യങ്ങളാലും അപര്യാപ്തതകളാലും അതിനൊന്നും സാധ്യമായില്ലെങ്കിലും ഉള്ള ജലസ്രോതസ്സുകളെ ഏറ്റവും വൃത്തിയായിട്ട് പരിപാലിക്കുക. ഈ മൂന്ന് കാര്യവും നടന്നാൽ നമ്മുടെ മണ്ണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. ഈ ഗോമൂത്രം കൊണ്ട്, ഗോമയം കൊണ്ട്, ശുദ്ധമായിട്ടുള്ള ജലം കൊണ്ട് ഇതൊക്കെ നമ്മുടെ മണ്ണ് ആരോഗ്യം വീണ്ടെടുക്കും. ഇതെല്ലാം ശുദ്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിയാണ്. നമുക്കൊക്കെ എല്ലാ അസുഖങ്ങളും വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉള്ളിലെ അഗ്നി ഒന്നുകിലും മന്ദിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ തീഷ്ണമായതുകൊണ്ടാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ എല്ലാ അസുഖങ്ങളും വരുന്നത്. അപ്പം ഭൂമി ശക്തമായി കഴിഞ്ഞാൽ, ശുദ്ധമായി കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണം, ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിനെയും ശുദ്ധമാക്കും. ഉള്ളിലെ അഗ്നിയെ, ഭൂമിയിലെ അഗ്നി ശുദ്ധമാകുമ്പോൾ, പ്രകൃതിയിലെ അഗ്നി ശുദ്ധമാകുമ്പോൾ ഉള്ളിയിലെ അഗ്നിയും ശുദ്ധമാകും. അങ്ങനെ നമുക്ക്
നല്ല ആരോഗ്യവും നല്ല മനസ്സും ഉണ്ടാകും. അപ്പം ഈ യജ്ഞം നമ്മൾ നിർവഹിക്കുന്നത് എന്തിനാണ്? എല്ലാ യജ്ഞവും ലോക കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലോക കല്യാണം എവിടെയാണ് പ്രതിഫലിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പിതൃകർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മഹാലയ ശ്രാദ്ധത്തിൽ, അത് നമ്മുടെ ശാരദീയ നവരാത്രിക്ക് തൊട്ട് മുമ്പുള്ള അമാവാസിയാണ് മഹാലയ അമാവാസി. അന്ന് നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള മഹാലയ ശ്രാദ്ധത്തിൽ, അത് നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും ആളുകൾക്കൊക്കെ വേണ്ടി മാത്രമല്ല നമ്മളവിടെ പിണ്ടം വയ്ക്കുന്നത്. രൂപമില്ലാത്തവർക്ക്, അനാഥരായവർക്ക്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പിണ്ടക്രിയ ചെയ്ത് അവസാനം ഉദകം സമർപ്പിക്കുന്നത് അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസിനാം പ്രാണിനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു എന്നാണ്. ഈ സപ്തദ്വീപുകളായിട്ട് ഈ ഭൂമി മുഴുവനുള്ള കോടിക്കണക്കിന് കുലങ്ങളിലെ എല്ലാ പ്രാണികൾക്കുമായിട്ട് ഞാൻ ഈ ഉദകം, ജീവനാധാരമായിട്ടുള്ള ഈ തീർത്ഥം നൽകുന്നു. അക്ഷയം ഉപദിഷ്ടതു, ഇതൊന്നും ക്ഷയിക്കാതെ നിലനിൽക്കട്ടെ. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളുടെയും അക്ഷയമായിട്ടുള്ള നിലനിൽപ്പിലാണ് നമ്മുടെയും അക്ഷയമായിട്ടുള്ള നിലനിൽപ്പ് എന്നുള്ള ശാസ്ത്ര സത്യത്തെയാണ് ആ മഹാസങ്കല്പത്തിലൂടെ ഉദ്ഘോഷിക്കുന്നത്. അപ്പം അങ്ങനെ ഭൂമിയെ പോഷിപ്പിച്ച് ആ പഞ്ചഭൂതങ്ങളെ, പ്രകൃതിയിലുള്ള പഞ്ചഭൂതങ്ങളെ കൃത്യമാക്കി നമ്മുടെ ഉള്ളിനെ, ശരീരത്തെയും മനസ്സിനെയും അതിനാധാരമായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കൃത്യമാക്കി പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. തുടക്കം കുറിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ശങ്കരാചാര്യരെ അദ്വൈത സ്ഥാപനം ചെയ്തു എന്ന് പറയുന്നത് പോലെയാണ്. ഋഷീശ്വരന്മാർ നമ്മുടെ വേദങ്ങൾ തൊട്ട്, ശ്രുതി തൊട്ട് തകർന്നു വന്നൊരു സങ്കല്പം, ആ സങ്കല്പത്തിൽ ക്ഷയം സംഭവിച്ചപ്പോൾ ആചാര്യ ഭഗവത്പാദർ അതിനെ പുനരുദ്ധാനം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു തന്നൊരു സങ്കല്പമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ ആ സങ്കല്പത്തിൽ ദേശകാലങ്ങൾ കൊണ്ട് നമുക്ക് ക്ഷയം സംഭവിച്ചപ്പോൾ അതിനനുസരിച്ച് പുറവും ഉള്ളും മലിനമായി തുടങ്ങിയപ്പോൾ അതിനെ വീണ്ടെടുക്കാൻ ഈ ദേശത്തെ, ഭാരതമെന്ന ദേശത്തെ പൂർവ്വകാലത്തെ പോലെ ലോകത്തിൻ്റെ സമൃദ്ധിയുടെ നെറുകയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹായജ്ഞത്തിനാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. ആ യജ്ഞത്തിൻ്റെ സാഫല്യത്തിന്, അത് നമ്മുടെ ഉള്ളിൽ ശക്തിയായിട്ടും അനുഗ്രഹമായിട്ടും നിറയുന്നതിന് വേണ്ടിയിട്ട് ഗുരുപരമ്പരയും പ്രകൃതീശ്വരിയും ദേവതകളുമെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും ഏകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗാസന്യാസി പരമ്പരയുടെ എല്ലാ ആശിസ്സുകളും എല്ലാവർക്കുമായി അർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.